പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 6ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ താരീഖ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെ എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായും അതിനോടുകൂടെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ ചോദ്യപേപ്പർ ഉത്തരസഹിതം വിവരിക്കുന്ന എല്ലാവർക്കും നല്ല രൂപത്തിൽ ഗുണം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവുമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്ന് വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ നമുക്ക് ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്നതിലേക്ക് കടക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാനാണ്. അതിലൊന്ന്, ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2, ഹസൻ ഹുസൈൻ എന്നിവരുടെ മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. 3, ഇസ്ലാമിക നാവികസേന നിലവിൽ വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം. 4, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകൻ ഹിമാർ. 5, ബിഉർ റൂമ, മദീനയിലൊരു കിണർ. 6, മുഹറം 1 വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് വന്നത് 2 വേർതിരിക്കാം എന്നുള്ളതാണ്. അതിലൊന്ന്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ സിജിസ്ഥാൻ, ജോർദാൻ, ദിമഷ്ക്, ഹൽവാൻ എന്നീ രാജ്യങ്ങളാണ്. 2, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ റയ്യ്, നൈസാബൂർ, തൂസ്, സർഹസ് എന്നീ രാജ്യങ്ങളാണ്. മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതിൽ 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സൽക്കർമ്മത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു ചെയ്യുന്ന ഒരു കുറ്റവും അദ്ദേഹത്തെ ബാധിക്കില്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും സമീപത്തായി ഉമർ റളിയല്ലാഹുവിനെ മറവ് ചെയ്തു. 3, ഖുറൈശയിലെ ബനു ഉമയ്യയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബം. 4, ഉസ്മാൻ റളിയല്ലാഹുവിന് 9 ആൺമക്കളും 5 പെൺമക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ രൂപത്തിലാണ് ഇതിനെ പൂർത്തിയാക്കേണ്ടത്. അടുത്ത ചോദ്യം വ്യക്തമാക്കാം എന്നുള്ളതിൽ 1, തബൂക്ക് യുദ്ധത്തിന് ഉസ്മാൻ റളിയല്ലാഹു സംഭാവന ചെയ്തത്. തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും 1000 ദീനാറും അദ്ദേഹം നൽകുകയുണ്ടായി. രണ്ടാമത്തത്, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെ? ഹിജ്റ 11 മുതൽ 40 വരെയാണ്. മൂന്നാമത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മദീനയിൽ വെച്ച് വിവാഹം ചെയ്തവർ ആരൊക്കെയാണ്? ഹബീബ ബിൻത്ത് സെയ്ദിനെയും അസ്മാ ബിൻത്ത് ഉമൈസിനെയുമാണ്. 4, ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്ന 2 പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം എന്നുള്ളതിൽ 1, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റ് ആദ്യം ചെയ്തത് എന്താണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജനാസ നിസ്കാരം എവിടെ വെച്ചായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു. 3, തന്നെ കുത്തിയത് മജൂസിയാണെന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? എൻ്റെ മരണം ഒരു മുസ്ലിമാണെന്ന് വാദിക്കുന്നവരെ കൈ കൊണ്ടാവാതിരുന്നതിൽ അള്ളാഹുവിന് സ്തുതി. അടുത്ത ചോദ്യം 2 വിധം എഴുതാം എന്നുള്ളതാണ്. 6ാമത്തത്, ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രധാന പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചത് ഉമർ റളിയല്ലാഹു ആണ്. പിന്നെ ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു. അടുത്ത 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വസിയത്തുകൾ. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്നും എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വസിയത്ത്. ഇനി പൂരിപ്പിക്കാം എന്നുള്ളതിൽ, നന്മയുടെ മുമ്പിൽ ഹൃദയം തുറന്നു വെക്കുന്നവരും തിന്മയുടെയും അനീതിയുടെയും മുമ്പിൽ ഒരാളെയും ഭയപ്പെടാത്തവരുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് പൂരിപ്പിക്കുന്ന രൂപം. ഇതിൽ നിന്ന് മനസ്സിലായത് പാഠഭാഗം നന്നായി പഠിക്കണം, എങ്കിലേ നമുക്ക് താരീഖിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റുകയുള്ളൂ. ഈ ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ നിങ്ങൾ കാണുന്നു. ഏറെക്കുറെ ചോദ്യങ്ങൾ ഒരുപോലെ വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയത് തിരഞ്ഞെടുത്ത് പഠിക്കുക.
അടുത്ത പരീക്ഷയ്ക്ക് അഥവാ വാർഷിക പരീക്ഷയ്ക്ക് കൊല്ലപ്പരീക്ഷയ്ക്ക് 3 വർഷത്തെ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പയർ സ്റ്റഡി നടത്തണം. അങ്ങനെയാവുമ്പോൾ അത് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. കുട്ടികൾക്ക് എല്ലാവർക്കും ഉയർന്ന മാർക്കും അത് മുഴുവൻ മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. അത് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക. ഇൻഷാ അള്ളാ നമ്മൾ നന്നായി പഠിക്കുക. താരീഖിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ 11 എണ്ണമാണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് 8, 9, 10, 11 എന്നീ 4 പാഠങ്ങളാണ്. 60% ചോദ്യം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ഭാഗങ്ങൾ നന്നായി നല്ല രൂപത്തിൽ അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സംഭവങ്ങളും കൊല ചെയ്യപ്പെട്ട ആളുകളും ആരെയാണ് കൊന്നത് എന്നും എങ്ങനെ കൊന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. എങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും ആയാസം വളരെ എളുപ്പം തന്നെ വാങ്ങാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ വളരെ സന്തോഷം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിച്ചാൽ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.